ഈ വർഷം മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ നേട്ടങ്ങൾ ഉണ്ടായ വർഷമാണ്. വർഷം അവസാനിക്കുമ്പോഴും മലയാള സിനിമയ്ക്ക് വലിയ നേട്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായും രണ്ട് സിനിമകളാണ് വലിയൊരു ഹിറ്റായി മാറിയിരിക്കുന്നത്. ഉണ്ണിമുകുന്ദന്റെ മാർക്കോ എന്ന സിനിമയും ആഷിഖ് കപൂറിന്റെ സംവിധാനത്തിൽ വന്ന റൈഫിൾ ക്ലബ് എന്ന സിനിമയും. മാർക്കോയുടെ റിലീസ് ഡേറ്റ് ഇന്നലെയായിരുന്നു. മാർക്കോ റിലീസായ ആദ്യ ദിവസം തന്നെ ഏകദേശം 5 കോടി രൂപയാണ് ഫസ്റ്റ് ഡേ കളക്ഷനായി വന്നിട്ടുള്ളത്. ഉണ്ണിമുകുന്ദന്റെ കരിയറിലുള്ള ഏറ്റവും വലിയ ഹിറ്റാവാൻ സാധ്യതയുള്ള സിനിമയാണ് ഇത്. മലയാളത്തിൽ ഇതുപോലൊരു സിനിമ ആദ്യമായാണ്. സിനിമയിൽ മുഴുവൻ വയലൻസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് സിനിമകൾ ഇറങ്ങാറുണ്ട്. അവരൊക്കെ എന്താണ് വയലൻസ് എന്ന് മാർക്കോ കണ്ട് പഠിക്കണം. മിഖായൽ എന്ന സിനിമയുടെ സ്പിൻ ഓഫ് ആണ് മാർക്കോ. എന്നാൽ മിഖായലും അല്ലെങ്കിൽ മിഖായൽ മാർക്കോയും ഈ ഒരു മാർക്കോയും തമ്മിൽ ഒരു ബന്ധവുമില്ല. സത്യത്തിൽ മിഖായൽ എന്ന സിനിമയുടെ ക്യാരക്ടർ മാത്രം എടുത്തുകൊണ്ട് മറ്റൊരു മാർക്കോ എന്ന സിനിമയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ മാർവൽ യൂണിവേഴ്സിലൊക്കെ ഉള്ള പോലെ മൾട്ടിവേഴ്സ് എന്നൊരു സംഭവമായിരിക്കും ഇവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. വേറെ ഏതൊരു യൂണിവേഴ്സിലെ മാർക്കോയാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന മാർക്കോ. മിഖായൽ സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ശ്രദ്ധ നേടിയ കഥാപാത്രം ഉണ്ണിമുകുന്ദന്റെ മാർക്കോ തന്നെയാണ്. ഉണ്ണിമുകുന്ദൻ വരുമ്പോൾ തിയേറ്ററിലുള്ള റെസ്പോൺസ് ഒക്കെ അത്രയും ഗംഭീരമായിരുന്നു. എന്നാൽ സിനിമ വലിയ ഹിറ്റായിരുന്നില്ല. ഇവിടെ മാർക്കോ ഒരു വേറൊരു യൂണിവേഴ്സാണ്. ഇപ്പോൾ ഇന്നലെ ഇറങ്ങിയ 20-ാം തീയതി ഇറങ്ങിയ മാർക്കോ എന്ന സിനിമ, അതിലെ മാർക്കോ വേറൊരു യൂണിവേഴ്സാണ്. ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത ശക്തിയുടെ കേന്ദ്രമാണ് ഇവിടെ മാർക്കോ. അതുപോലെ നടത്തത്തിലും ഭാവത്തിലും മൊത്തത്തിലൊരു ചേഞ്ചും ഉണ്ടായിട്ടുണ്ട്. പിന്നെ മിഖായൽ മാർക്കോ കൂടുതലും ഡയലോഗ് മാത്രമാണ്. ഇവിടെ നേരെ തിരിച്ചാണ്. ഡയലോഗില്ല, ചെയ്ത്ത് മാത്രമാണ് ഉള്ളത്, പ്രവൃത്തി മാത്രമാണ് ഉള്ളത്. സംസാരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നെഞ്ചിൽ തുള വീണിരിക്കും, എതിരാളിയുടെ നെഞ്ചിൽ തുള വീണിരിക്കും. അതുപോലെ വില്ലന്മാരും ഇതിൽ പ്രാന്തന്മാർ തന്നെയാണ്. ഈ ഒരു സിനിമയിൽ ആരെയും മനുഷ്യന്മാരുടെ ഗണത്തിൽ പെടുത്താൻ പറ്റില്ല. എല്ലാവരും മൃഗങ്ങളെക്കാളും ഭീകരമാണ്. സലാർ സിനിമയിൽ ഡ്രഗ്സ് കൊടുത്ത് കുറച്ച് പ്രാന്തന്മാരെ വളർത്തുന്നുണ്ട്, കൊല്ലാൻ വേണ്ടി മാത്രം, മനുഷ്യരെ കൊല്ലാൻ വേണ്ടി മാത്രം. എന്നാൽ ഇതിൽ നായകനും വില്ലനും ഏതാണ്ട് അതുപോലെ തന്നെയാണ്. എല്ലാവരും ഏതാണ്ട് ആ ഒരു സ്വഭാവമുള്ളവർ തന്നെയാണ്. പിന്നെ ഇതിൽ അഭിനയിച്ചവരുടെ പെർഫോമൻസ് അതും വേറെ ലെവലായിരുന്നു. എടുത്തു പറയാനാണെങ്കിൽ ജഗദീഷ്, അതുപോലെ സിദ്ദിഖ്, അഭിമന്യു തിലകൻ, ഇവരൊക്കെ ഒന്നിനൊന്ന് മികച്ചതായിരുന്നു. എന്നാൽ ഇതിൽ ഏറ്റവും വയലന്റ് ആയിട്ടുള്ളത് സൈറസ് എന്ന ക്യാരക്ടർ ചെയ്ത കബീറാണ്. ഒരുപക്ഷെ നായകനേക്കാളും വയലന്റ്. ഈ സിനിമയിലെ ഏറ്റവും ക്രൂരമായ കഥാപാത്രം. സിനിമയുടെ കഥയെക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. ഏതൊരു ആക്ഷൻ പടം എടുത്താലും ഇതുപോലെ തന്നെയാണ്. എന്നാൽ ഇതിന്റെ മേക്കിംഗ് വേറെ ലെവലാണ്. അല്ലെങ്കിലും ഹനീഫ് അദേനിയുടെ സിനിമകൾ മേക്കിംഗ്, BGM ഇതൊക്കെ വേറെ റേഞ്ച് ആയിരിക്കും. എന്തായാലും മാർക്കോ ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റാവാൻ സാധ്യതയുള്ള സിനിമയാണ്. ഒരു സിനിമയ്ക്ക് പാൻ ഇന്ത്യൻ ലെവൽ റീച്ച് കിട്ടണമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. 2 ദിവസം കൊണ്ട് സിനിമ ഏകദേശം 20 കോടിയിലധികം കളക്ട് ചെയ്തു. അങ്ങനെയാണ് വാർത്തകളൊക്കെ വരുന്നത്. ഉണ്ണിമുകുന്ദന്റെ ആദ്യ 100 കോടി ചിത്രമാകും ഒരുപക്ഷെ മാർക്കോ. ഉണ്ണിമുകുന്ദനെ ഇഷ്ടമില്ലാത്തവർ പോലും ഈ സിനിമ കണ്ട് ഉണ്ണിമുകുന്ദന്റെ ആരാധകനായിട്ടുണ്ടാകും.